പാപ്പൻ ഏതാ പാപ്പൻ? ഇത് മറ്റേ നമ്മുടെ മുച്ചിരിയുടെ അപ്പനാന്ന് പറയുന്നത് കലന്തൻ ഹാജി. കലന്തൻ ഹാജി. മലന്തണ്ട് ഹാജിയാ? കലന്തൻ ഹാജി എന്തോന്ന്? ആ ഹാജി. ആ ഹാജി എന്തൊക്കെയുണ്ട് വിശേഷം ഹാജി? അല്ല ഇങ്ങ മുച്ചിരിക്ക് ഒരു അതോലോ സുഖം. വരുന്നുണ്ട്. ആ ഹാജി മസ്താൻ സലാമ് വെക്കും. ജോണിയേ, ജോണിയാണോ? നമ്മളാ മറ്റേ പെൻഷന്റെ കാര്യം. പെൻഷനാ? ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ല, ഇടയ്ക്ക് പോയിട്ട് ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട്. അല്ല ഞാൻ പറയുന്നപ്പോ അതല്ലേ, നമ്മളെല്ലാരും കൂടി പോയാലേ അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ല ഇവിടെ ഇങ്ങനെ കുത്തിർന്ന് ഇങ്ങനെ പെൻഷൻ വേണം പെൻഷൻ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ജോലി ചെയ്ത് കാലം പാലുള്ളൂ അറിയുന്നിട്ടില്ലേ? എന്ത് നോലോളിച്ചുള്ള കുട്ടിക്കേ പാലുള്ളൂ. എന്തൊരു വൃത്തിയോടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നോലോളിച്ച് പറഞ്ഞാൽ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് അറിയുന്നില്ലേ? ഞാൻ വേറെ കേട്ടത് വേറെയാണ്. ഞാനും കേട്ടത് വേറെ. പറഞ്ഞ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നാണ്, അല്ലാതെ മറ്റേ അതല്ല. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ആശേ എന്തൊക്കെയാണ് അപ്പൊ പറയുന്നേ? ഞാനാണോ ഇങ്ങനല്ലേ എന്നോട് പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെയൊക്കെ അങ്ങനെ പറയലേ. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കിട്ടും. നോലോളിച്ച് പറഞ്ഞാ നോലോളി നോലോളിന്നാണോ? അപ്പൊ ഞാൻ കേട്ടത് വേറെ. ഞാനും അത് തന്നെ. ഞാൻ കൗണ്ടർ അടിക്കാൻ വരുന്നതാണ്. നമ്മള് കുപ്പിയിലും പാല് കൊടുക്കുന്നു പിള്ളേർക്ക്. കേട്ടപ്പോ നമ്മള് കേൾക്കുന്നത് പറയാൻ കൊള്ളത്തില്ലേ പറയാൻ പറ്റത്തില്ലേ പിന്നെ അങ്ങനത്തെ വാക്കൊക്കെ നിങ്ങളവിടെ കേക്കണേ. നിങ്ങളുടെ സംസാരം ശരിയല്ല, നിങ്ങളുടെ സംസാരം ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് നമ്മള് പറയണ, നിങ്ങൾക്ക് തിരിയാത്തോണ്ടല്ലേ. നമ്മളങ്ങനല്ലേ ഇവിടെ പറയല്. ഇവിടെ രണ്ടുപേരും ഒരേ കാര്യം പറയുവാണെങ്കിൽ ആരുടെ പ്രശ്നമാണ്? നിങ്ങള് കേക്കണോടത്തില്ലേ വായ്പാണ്. അപ്പൊ ഇയാള് പറയുന്നത് തന്നെയാണെങ്കിലോ? ഏത്? നമ്മുടെ രണ്ടുപേരും ഒരേപോലെ ഈ കേസ് ഇവിടെ നിങ്ങൾ അതിനകത്ത് തൂങ്ങി പിടിച്ചിട്ട് നിങ്ങൾ പറ, പെൻഷന്റെ കാര്യം എന്തോ നിങ്ങൾക്ക് വേണ്ടേ? പെൻഷൻ വേണോ? പെൻഷൻ വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എന്തോരം ജോലിയുണ്ട്, മര്യാദക്ക് ജോലിയോട് ശമ്പളം മേടിച്ച് ജീവിച്ചൂടെ? എന്തിനാണ് ഈ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അതേ തൂങ്ങി നിൽക്കുന്നേ? അല്ല ഇയാൾ എതിരായിരുന്നു പട്ടാളത്തിലോ എന്തിനായിരുന്നു? പൊന്നാര ജോണിയെ ഞാൻ പറഞ്ഞോട്, ഞാൻ ട്രക്ക് ഓട്ടിക്കൊണ്ട് നടന്നീനെ മനസ്സിലായി. ട്രക്ക് ഓടിക്കുന്നവർക്കൊക്കെ പെൻഷൻ കൊടുത്തു തുടങ്ങിയോ? ആ ട്രക്കിന്റെ പണി എടുത്തു ഒഴിവാക്കിയോല്. അപ്പൊ പിന്നെ തേനീച്ച പിടിക്കാൻ പോണം. ഇനി എന്ത് പണിക്ക് പോകും ഞാന്? തേനീച്ച വളർത്ത? തേനീച്ച വളർത്താനോ? അല്ലെങ്കിൽ ഒരു കാര്യം, മോൻ ഇവിടുത്തെ നമ്മുടെ ഗാംഗിലെ ഒരു മെമ്പറാണ് മോൻ. മോന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ തരും. നിങ്ങളെ ഗാംഗിലോ? ആ പിന്നെ ഞാൻ ടി വിയിലുള്ളതാണല്ലോ. ലാ ഹൗല കൂവത്ത ഇല്ലാ ബില്ലാ. ഹൗലോലോ പോത്തില്ല ബില്ലാ ബില്ലേ. എന്ത് പറഞ്ഞ പുള്ളി? ഇത് ടി.വി. ജോക്കി അല്ല. ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. ഒരു കോള്. പുള്ളി എന്തിനു പറഞ്ഞു ഇപ്പം? എന്തോ അവലോല ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലായ്മയെ പറ്റി എന്താ പറയുന്ന തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ, ഇതൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കൂടിയ എന്തെങ്കിലും ചൊല്ലായിരിക്കും. ഈ കള്ളക്കളവൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. ശപിച്ചു വല്ല വിട്ടാണോ നമ്മളെ? നീ എന്തോന്ന് ശപിക്കേതി കൂടുതൽ? പെണ്ണുമില്ല, പെടക്കോഴിയില്ല, കുട്ടിയില്ല, കളിയില്ല. അവൻ ആ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. പറയൂ. അപ്പൊ ജോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അറബിയിലൊരു വാക്കാണ്. രാവുലവല കൂവത്ത ഇല്ല ബില്ലാന്ന് പറഞ്ഞതാണ്. അല്ല വേറൊന്നുമല്ല. അപ്പൊ ഞാൻ നമുക്ക് അറബി അറിയാവോ മസ്താജി? നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് അറിയാവുന്ന വല്ലതും പറ. അപ്പൊ ഞാൻ പറയണ മലയാളം നിങ്ങൾക്ക് തിരിയില്ല, അറബി നിങ്ങൾക്ക് തിരിയില്ല. മലയാളം തിരി, നിങ്ങൾ പറയും. അപ്പൊ നിങ്ങളെ മറ്റേ അടുത്ത അപ്പു കോലത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അടുത്ത അപ്പൂപ്പന്റെ വീട്ടിൽ പോയി പറയണമെങ്കിൽ പറയാന്നോ? എന്ത് പറഞ്ഞേ? ചേത്തക്കപ്പൊ അത് ഇതിപ്പോ നിങ്ങളല്ലേ പറയുന്നത്, നമുക്ക് തിരിയുന്നത് നിങ്ങൾ പറയുമ്പോ. നേരത്തെ പറഞ്ഞു ഞാനും എവിടെ പോകത്തില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു എന്താ തിരിയത്തില്ല. ഇതിപ്പോ നിങ്ങൾക്ക് തിരിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലാന്ന്. അങ്ങനെ കൊറേ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിയില്ല. അപ്പൊ മലയാളം അറിയില്ല, നിങ്ങൾക്ക് അറബി അറിയില്ല. നമ്മള് കുറച്ച് മേലല്ലാണ്. മേലെ ഉള്ളതാ. നിങ്ങൾ പറ. ഞാൻ ടി വിയിലുള്ളതാണ് പറഞ്ഞോ.
ഞാൻ കൊറേ കാലമായിട്ട് അവിടെ കേറി ഇറക്കണ്ട അവിടെ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇനി. നമ്മള് ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോവും. മനസ്സിലായി? നമ്മള് കുറച്ച് ഒന്നുമില്ല, പറഞ്ഞു. എന്നിട്ട് പരിപാടികളൊക്കെ പരിപാടിയൊന്നുമില്ല. എന്ത് പരിപാടി? നമ്മളിങ്ങനെ നിൽക്കുന്നു, നമ്മളിങ്ങനെ നിന്ന് ഇങ്ങനെ പോകുന്നു. നമ്മള് പിസ്റ്റളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഇതാരാ ഇത്? കുറുപ്പേ. ഹലോ. ഞാന് ഒരു കുറച്ച് ദിവസം മുമ്പ് വാസുവിനോട് ഒരു കാര്യം പറഞ്ഞിനി. അപ്പൊ ഇങ്ങോട്ട് നിക്ക് നേരെ. എന്റെ മകൻ മുച്ചിരി ഉണ്ടല്ലോ, മുച്ചിരി. ഓന്റെ സുന്നത്തൊന്ന് കഴിച്ചണം. പറ. എത്തപ്പോയി അല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നേ പറഞ്ഞു. ജോഡിയെ അന്റെ ജഡ്ജാനല്ല പറഞ്ഞത്, പിന്നെ ആരുടെ മകന്റെ ജഡ്ജാനാ പറഞ്ഞത്. ഇങ്ങനെ മകന്റെ ചെയ്തോന്ന് എന്റെ മറ ചെയ്തിപ്പോ നമുക്കെന്താ വേണം? അച്ഛന്റെ കർമ്മങ്ങളായിട്ട് അങ്ങ് നടത്തിക്കും. അച്ഛന്റെ കർമ്മങ്ങളായിട്ട് അങ്ങ് നടത്തിയാ പോരെ? ഇതൊക്കെ നമ്മളിപ്പോ നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങ് ചെയ്താ പോരെ? അതിന് വേറെ പ്രശ്നമുണ്ട് ജോക്കിയെ. ഓനിപ്പോ 18 വയസ്സായില്ലേ? 18 വയസ്സായി. ഇനിയിപ്പോ ജഡ്ജ് അറിയുമ്പോ ഓനൊരു മടിയൊക്കെ ഉണ്ടാവും ആൾക്കാർ അറിയുമ്പോ. അതാണ്. അപ്പൊ ഞാൻ ചെന്ന് ഓനോട് ജഡ്ജ് അറിയുമ്പോ ഓൻ എടുത്ത് ചാടി പായും. ഓന്റെ അടുത്ത് ജഡ്ജിയായിട്ട് പറയുമ്പോ ജഡ്ജിയായിട്ടല്ല, ഓൻ എന്റെ അടുത്ത് നിന്ന് പാഞ്ഞു കഴിച്ചില്ലാവൂലേ മാണ്ടാറിനാണ്ട്. മണ്ടാറക്കണ്ട. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. എനിക്ക് മനസ്സിലായി. ഓന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ ഓ കീഞ്ഞ് പാഞ്ഞു കളി ഓടിക്കളിയൂലേ? കീഞ്ഞ് പാഞ്ഞു ഓടി. ഓ പറയാ മാണ്ടാ ചെജ്ജണ്ടാന്ന് ഓൻ പറയും. അപ്പൊ നിങ്ങളെ എല്ലാരും പടക്കം ഒന്ന് നിർബന്ധിച്ചാലപ്പോ ചെജ്ജാൻ പറ്റുള്ളൂ. ഒരാളുടെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ പൊന്ന് ഹാജിയെ? എന്തിനാ ഇപ്പൊ ചെജ്ജണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാത്തോണ്ടാണ് ഇപ്പൊ ചെജ്ജണത്. നല്ലീനാണേ, രോഗങ്ങൾ വരാതെക്കാൻ വേണ്ടിട്ടാണ് ചെജ്ജണ്. ഒരു മിനിറ്റ് പാപ്പാ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാ? ചെയ്തിട്ടുണ്ട് സുന്നത്ത്. ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരുന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ രോഗങ്ങൾ. ഇതിനൊരു പ്രായപരിധി എങ്ങനെ? അതിന് പ്രായപരിധി അല്ലല്ല, നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ. രോഗങ്ങളുണ്ടോന്നല്ല, നേരെ കാര്യം പറയട്ടെ. എനിക്കിങ്ങനെ അപ്പാപ്പനെ കണ്ടോ? ഈ പുള്ളിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വല്ലതും പറ്റൂ? എനിക്ക് ചെയ്തിട്ടെന്തിനാ ജോക്കി? ശരിയാ. ഈ പ്രവർത്തിക്കാത്ത യന്ത്രത്തിന് എണ്ണ ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? എങ്ങനെ പോട്ടെ. അപ്പം വാസുണ്ണനാ? ഏത് വാസുണ്ണൻ? ഞാൻ പറയുന്നതേ പറഞ്ഞോ. എന്റെ പൊന്നെ ഹാജി, പരിപാടി നടത്തണം. ഹാജി ഒരു മിനിറ്റ് ഇവിടെ തന്നെ നിക്കണേ. ബിരിയാണി തന്നെ വെക്കണം. പോത്ത് ബിരിയാനോ? ഇവിടെ തന്നെ നിക്കണേ.